ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം. അതിനു മുമ്പ് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. പീക്ക് നോക്കാം. എന്താ പീക്ക് എന്താണെന്ന് നോക്കാം. വേർഡ് മീനിങ് ഉള്ളതുപോലെ, സപ്പോസ് ദാറ്റ് വി ഹാവ് എ സീക്വൻസ് എക്സ് എൻ, ദെൻ ദ എലമെൻറ്റ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിലുള്ള ഒരു മെമ്പർ എക്സ് എം എന്ന് പറയുന്ന മെമ്പർ പീക്ക് ആവണം എന്നുണ്ടെങ്കിൽ, xm is said to be peak if xm greater than or equal to xn for every n greater than or equal to m. Okay, xm greater than or equal to xn for every n greater than or equal to m. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സീക്വൻസ് ഉണ്ട്, നമ്മുടെ കയ്യിലൊരു സീക്വൻസ് ഉണ്ട്, ഇതാണ് എക്സ് എം. ഇനി എക്സ് എം പീക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്താ നോക്ക്, എക്സ് എം ആയിരിക്കണം വലുത് എന്തിനേക്കാളും, എല്ലാ എക്സന്നിനേക്കാളും വലുത് എന്തായിരിക്കണം, എക്സ് എം ആയിരിക്കണം. എപ്പോൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ. അതായത് ഇതാണ് x1, ഇതാണ് x2, ഇതാണ് xm. ഈ xm പീക്ക് ആവണമെന്നുണ്ടെങ്കിൽ എക്സമ്മിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള മുഴുവൻ മെമ്പേഴ്സ് എക്സെന്നും എന്തിനേക്കാളും ചെറുതായിരിക്കണം, എക്സമ്മിനേക്കാളും ചെറുതായിരിക്കണം. അതായത് എക്സം ആയിരിക്കണം, എക്സമ്മിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള മുഴുവൻ എലമെൻറ്റിനേക്കാളും വലുതായിരിക്കും എന്ത്, എക്സം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എക്സം ഈസ് ദി പീക്ക്. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്, x1 x2 എക്സെട്ര xm. ഇവിടെ എന്തായാലും കുഴപ്പമില്ല. ഇവിടെ ഈ xm പീക്ക് ആവണമെന്നുണ്ടെങ്കിൽ എക്സമ്മിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള മുഴുവൻ എലമെൻറ്റും എന്തിനേക്കാളും ചെറുതായിരിക്കണം, എക്സമ്മിനേക്കാളും ചെറുതായിരിക്കണം. ഇപ്പോൾ xm+1 xm+2 ഒക്കെ എന്തിനേക്കാളും ചെറുതായിരിക്കണം, എക്സമ്മിനേക്കാളും ചെറുതാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് xm ഈസ് എ പീക്ക് ഓഫ് ദ സീക്വൻസ് xn. ഓക്കെ. ഇനി ഒരു സീക്വൻസ് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് ആണെന്ന് വിചാരിക്കുക. സീക്വൻസ് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് ആണെങ്കിൽ x1 ആയിരിക്കും ഏറ്റവും വലിയ എലമെൻറ്റ്, x1നേക്കാളും ചെറുതായിരിക്കും എന്ത്, x2, x2നേക്കാളും ചെറുതായിരിക്കും എന്ത്, x3 എക്സെട്ര. ഇങ്ങനെയായിരിക്കും മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ x1 പീക്ക് ആയിരിക്കും. കാരണം എന്താണ്, x1നേക്കാളും ചെറുതാണ് ബാക്കിയുള്ള x1ൻ്റെ റൈറ്റ് സൈഡിലുള്ള മുഴുവൻ എലമെൻസും. സിമിലർലി x2 എന്തായിരിക്കും, പീക്ക് ആയിരിക്കും. കാരണം എന്താ, x2ൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള മുഴുവൻ എലമെൻസും എന്തിനേക്കാളും ചെറുതാണ്, x2നേക്കാളും ചെറുതാണ്. x3 ആയിരിക്കും പീക്ക്. എക്സ്ട്രീം പീക്ക് ആവും. കാരണം x3ൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള മുഴുവൻ എലമെൻസും എന്തിനേക്കാളും ചെറുതാണ്, x3നേക്കാൾ. അപ്പോൾ ഡിക്രീസിങ് സീക്വൻസിലുള്ള എല്ലാ എലമെൻസും എന്തായിരിക്കും, പീക്ക് ആയിരിക്കും. ഇനി ഇൻക്രീസിങ് സീക്വൻസിൽ എന്താ നോക്കുക, x1 പീക്ക് ആവില്ല. കാരണം എന്താണ്, x1നേക്കാളും വലുതാണ്. ഇപ്പോൾ ഇത് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ x1 ആയിരിക്കും ഏറ്റവും ചെറിയ എലമെൻറ്റ്, x1നേക്കാളും വലുതായിരിക്കും ഇത് x2, x2നേക്കാളും വലുതായിരിക്കും x3. ഇങ്ങനെ ആയിരിക്കും ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ പോവുക. അപ്പോൾ x1 ഒരിക്കലും എന്താവില്ല, പീക്ക് ആവില്ല. കാരണം എന്താണ്, x1ൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു എലമെൻറ്റും x1നേക്കാളും ചെറുതല്ല. അപ്പോൾ x1 പീക്ക് ആവില്ല, x2 പീക്ക് ആവില്ല, x3 പീക്ക് ആവില്ല. അപ്പോൾ ഇൻക്രീസിങ് സീക്വൻസിന് പീക്ക് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഡിക്രീസിങ് സീക്വൻസിൻ്റെ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും, പീക്കായിരിക്കും. അപ്പോൾ അതാണ് ഡെഫിനിഷൻ. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് തിയറം വരുന്നത്, മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം. എന്താ തിയറം പറയണത് നോക്കാം. തിയറം പറയണത്, ഏതൊരു സീക്വൻസ് xn എടുത്താലും അതിന് മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടാവും. നമ്മൾ ഏതൊരു സീക്വൻസ് xn എടുത്താലും അതിനൊരു സബ്സീക്വൻസ് xnk ഉണ്ടാവും. അതെന്തായിരിക്കും, മൊണോട്ടോൺ ആയിരിക്കും. മൊണോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആവുക, അല്ലെങ്കിൽ മൊണോട്ടോണിക്കലി ഡിക്രീസിങ് ആവുക. അപ്പോൾ എന്താ പറഞ്ഞത്, ഏതൊരു സീക്വൻസ് എടുത്താലും അതിന് ഒന്നുകിൽ ഇൻക്രീസിങ് സബ്സീക്വൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിക്രീസിങ് സബ്സീക്വൻസ് ഉണ്ടാവും. എല്ലാ സീക്വൻസിനും ഒന്നുകിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് സബ്സീക്വൻസുകൾ ഉണ്ടാവും. അതാണ് മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം പറയുന്നത്. എവറി സീക്വൻസ് xn ഹാസ് മൊണോട്ടോൺ സബ്സീക്വൻസ് അപ്പോൾ എങ്ങനെ പ്രൂഫ് നോക്കാം. പ്രൂഫ് സിമ്പിളാണ്. ഈ പീക്ക് പറഞ്ഞ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രൂഫ് വളരെ സിമ്പിളാണ്. എങ്ങനെ നോക്കാം. അപ്പം ഞാൻ xn എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുത്ത് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് xnന് ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. xnന് ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. സപ്പോസ് ദാറ്റ് xn ഇസ് എ സീക്വൻസ്. അപ്പോൾ ഞാൻ രണ്ട് കേസാണ് എക്സിസ്റ്റ് ചെയ്യുക. ഒന്നുകിൽ xn എന്ന് പറയുന്ന സീക്വൻസിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവും.
ഒന്നുകിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവും, ഒന്നുകിൽ എക്സ് എന്നിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ് എന്നിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവും, ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവും അല്ലേ. ഒന്നുകിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവും. ഒന്നുകിൽ എക്സ് എന്നിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ് എന്നിന് ഫൈനൈറ്റ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ആദ്യം അസ്യൂം ചെയ്ത് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിന്, ഫസ്റ്റ് കേസ് ഞാൻ എടുത്ത് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ട് നിർത്ത്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ട് നിർത്ത്. അപ്പോൾ എന്താ ഫസ്റ്റ് അസംഷൻ? കേസ് 1, എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ട് നിർത്ത്. അപ്പോൾ ഫസ്റ്റ് കേസ് 1, എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിന്, എക്സ് എൻ എന്ന് പറയുന്ന രണ്ട് കേസ് ഉണ്ടാവും. എക്സ് എൻ എന്ന് പറയുന്ന എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിന് എന്താ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്ത്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ്. എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്തു. ആ പീക്സുകൾ എന്തൊക്കെയാണ്? ഒന്ന് XM1, അടുത്തത് XM2, എക്സെട്ര XM3. ഇതാണ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ്. ഫസ്റ്റ് പീക്ക് X11, സെക്കൻഡ് പീക്ക് XM2, തേർഡ് പീക്ക് XM3, എക്സെട്ര. എക്സ് എൻ ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ്. അപ്പോൾ XM1 പീക്കാണ്, ഫസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് XM1 ആണ്. അപ്പോൾ എന്തായിരിക്കും XM2ൻ്റെ പ്രത്യേകത? XM1 ആണ് ഏറ്റവും വലിയ മെമ്പർ. ഈ XM1ൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള മുഴുവൻ എലമെൻറ്റും എന്തിനേക്കാളും ചെറുതായിരിക്കും? XM1-നേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ XM1-ഉം XM2-ഉം തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? XM1 ആയിരിക്കും വലുത്. XM1-നേക്കാളും ചെറുതായിരിക്കും എന്ത്? XM2. ഓക്കെ. ഇനി XM2 എന്താണ്? പീക്കാണ്. XM2 എന്താണ്? പീക്കാണ്. അപ്പോൾ XM2 ആയിരിക്കും ഏറ്റവും വലുത്. റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ എലമെൻസിനേക്കാളും വലുത് എന്തായിരിക്കും? XM2 ആയിരിക്കും. അപ്പോൾ XM3 റിലേഷൻ എന്തായിരിക്കും? XM2-നേക്കാളും ചെറുതായിരിക്കും എന്ത്? XM3. ഇതെങ്ങനെ അങ്ങോട്ട് പോകും? അപ്പോൾ നമുക്കെന്ത് പറയാം? XMK എന്ന് പറയുന്നത് XN എന്ന് പറയുന്ന സീക്വൻസിൻ്റെ സബ് സീക്വൻസ് ആണ്. ഈ സബ് സീക്വൻസ് എന്താണ്? ഡിക്രീസിങ് ആണ്. അതായത് XN-ന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടെങ്കിൽ, XN-ന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടെങ്കിൽ അതിന് XMK എന്ന് പറയുന്നൊരു സബ് സീക്വൻസ് ഉണ്ടാവും. ആ XMK എന്താണ്? ഡിക്രീസിങ് സബ് സീക്വൻസാണ്. ഓക്കെ, അതാണ്. അപ്പോൾ XN-ന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടെങ്കിൽ XN-ന് ഒരു XMK എന്ന് പറയുന്ന സബ് സീക്വൻസ് ഉണ്ടാവും. എന്താണ്? ഡിക്രീ. ഇനി ഒരു കേസും കൂടെ ഉണ്ട്. ഏതാ കേസ്? കേസ് 2. ഏതാണ്? XN എന്ന് പറയുന്ന സീക്വൻസിന് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് സീക്വൻസ് ഉള്ളൂ എന്ന് എടുത്ത് ഞാൻ ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ഉള്ളൂ എന്ന് ഞാൻ എന്ത് ചെയ്ത്? അസ്യൂം ചെയ്തു. XN എന്ന് പറയുന്ന സീക്വൻസിന് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ഉള്ളൂ എന്ന് ഞാൻ അസ്യൂം ചെയ്ത്. ആ പീക്സുകൾ ഞാൻ എഴുതി വെച്ച്. ഏതാണ്? XS1 ആദ്യത്തെ പീക്ക്, അടുത്ത പീക്ക് XS2, അടുത്ത പീക്ക് XS3, എക്സെട്ര XSR. ഏതൊക്കെ പീക്കുകൾ? XN എന്ന് പറയുന്ന സീക്വൻസിന് ആകെ ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ഉള്ളൂ. ഒന്ന് XS1, XS2, XS3, എക്സെട്ര XSR. ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ആർക്കുള്ളൂ? XN എന്ന് പറയുന്ന സീക്വൻസിനുള്ളൂ. എന്നിട്ട് ഞാനൊരു M1 ഡിഫൈൻ ചെയ്തു. M1 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ SR എടുക്കുക, ഈ SR-ലേക്ക് ഒന്നും കൂടെ ആഡ് ചെയ്യുക. ഇപ്പം എന്താണ്? M1 എന്ന് പറഞ്ഞാൽ SR-ലേക്ക് ഞാൻ ഒന്നും കൂടി ചെയ്തു. ഇപ്പോൾ ഇതാണ് നമ്മൾ പീക്ക് വിചാരിക്കുക. XS1, XS2, XS3, എക്സെട്ര XSR. ഇതാണ് XS1, XS2, XS3, എക്സെട്ര XSR. ഇതാണ് നമ്മളെ പീക്കുകൾ. ഇനി M1 എങ്ങനെ ഡിഫൈൻ ചെയ്ത്? ആ SR ഈ നമ്പറിലേക്ക് ഒന്നും കൂടെ ആഡ് ചെയ്ത്. അപ്പോൾ ഈ XSR-ൻ്റെ റൈറ്റ് സൈഡിലുള്ള എലമെൻ്റാണ് എന്ത്? M1. അപ്പോൾ XM1 എന്ന് പറയുന്നത് SR വരെ ഇവിടെ എത്തി. ഇനി XM1 എന്ന് പറഞ്ഞാൽ SR-ലേക്ക് ഒന്നും കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ XM1 എന്ന് പറയുന്നത് എല്ലാ പീക്കിൻ്റെയും റൈറ്റ് സൈഡിലുള്ള എലമെൻ്റാണ്. ഓക്കെ. അപ്പോൾ ആകെ എത്ര പീക്സ് ഉള്ളൂ? XS1 പീക്കാണ്, XS2 പീക്കാണ്, XS3 പീക്സാണ്, XSR. XM1 ഒരിക്കലും എന്താവില്ല? പീക്കാവില്ല. ആകെ ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ഉള്ളൂ.
അപ്പോൾ XM1 എന്താവില്ല, പീക്ക് ആവില്ല. അപ്പോൾ XM1, അപ്പോൾ ഞാനിവിടെ ഇത് നോടൂ, XM1 ഇതാണ് നമ്മളെ XM1. ഇത് പീക്കല്ല, ഇത് പീക്കല്ല. അപ്പോൾ പീക്കല്ല എന്ന് പറഞ്ഞാൽ എന്താ? പീക്കാണെന്ന് പറഞ്ഞാൽ X1ൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള മുഴുവൻ എലമെൻറ്റും XM1നേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ പീക്കല്ല എന്ന് പറഞ്ഞാൽ എന്താ? XM1ൻ്റെ പീക്കാണെങ്കിൽ XM1ൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള മുഴുവൻ എലമെൻറ്റും എന്തായിരിക്കും? XM1നേക്കാളും ചെറുതായിരിക്കും. പീക്ക് അല്ലാത്തത് കൊണ്ട് XM1ൻ്റെ റൈറ്റ് സൈഡിൽ വേറെ എലമെൻറ്റ് ഉണ്ടാവും. ആ എലമെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കുക? XM2 എന്ന് വിളിക്കുക. ആ XM2 എന്തിനേക്കാളും വലുതായിരിക്കും? XM1നേക്കാളും വലുതായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത്? XM1 എന്തല്ല, പീക്കല്ല. XM1 എന്തുകൊണ്ടാണ് പീക്കല്ലാത്ത? ആകെ എത്ര പീക്കുള്ളൂ? ഇത്ര പീക്കുള്ളൂ. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള എലമെൻറ്റിൽ നിന്നും ആവില്ല, പീക്കാവില്ല. അപ്പോൾ XM1 എന്തായില്ല, പീക്കായില്ല. പീക്കല്ലാഞ്ഞാൽ, പീക്കാണെങ്കിൽ XM1ൻ്റെ റൈറ്റ് സൈഡിൽ മുഴുവൻ എലമെൻറ്റും XM1നേക്കാളും ചെറുതായിരിക്കും. പീക്കല്ലാത്തതുകൊണ്ട് XM1ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടാവും. അതിന് നമ്മൾ XM2 എന്ന് വിളിക്കുക. ആ XM2 എന്തിനേക്കാളും വലുതാവും? XM2നേക്കാളും വലുതാവും. ഇനി നോക്ക്, XM1ൻ്റെ റൈറ്റ് സൈഡിലുള്ള എലമെൻറ്റാണ്. XM2 എന്തല്ല, പീക്കല്ല. കാരണം ഇത്ര പീക്കേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു XM3 കാണാൻ പറ്റും. ആ XM3 എന്തിനേക്കാളും വലുതായിരിക്കും? XM2നേക്കാളും വലുതായിരിക്കും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? XMK എന്ന് പറയുന്ന സബ് സീക്വൻസ് എന്താണെന്ന് പറയാം? ഇൻക്രീസിങ് ആണെന്ന് പറയാം. ഇൻക്രീസിങ്. നേരത്തെ എന്തായിരുന്നു? അപ്പോൾ നമ്മൾ ഇൻ ഷോർട്ട് നമുക്കെന്ത് പറയാം? XN എന്ന് പറയുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും അതിന് ഒന്നുകിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാവും. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടായാലും ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടായാലും XN എന്ന് പറയുന്ന സീക്വൻസിന് ഒരു സബ് സീക്വൻസ് XMK ഉണ്ടാവും. അത് ഒന്നുകിൽ ഇൻക്രീസിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഇൻ ജനറൽ എവറി സീക്വൻസ് XN ഹാസ് എ മൊണോട്ടോൺ സബ് സീക്വൻസ്. എല്ലാ സീക്വൻസുകൾക്കും മൊണോട്ടോൺ സബ് സീക്വൻസുകൾ ഉണ്ടാവും. ദാറ്റ് ഈസ് ദ തിയറം.